നമ്മളെല്ലാ സ്ഥലത്തും പോയി ഭക്ഷണം കഴിക്കാറുണ്ട് ഇല്ലേ? എവിടെയൊക്കെ പോയി കഴിക്കും? വീട്ടിൽ നിന്ന് കഴിക്കും, ഹോട്ടലിൽ നിന്ന് കഴിക്കും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോവാണ്. നമ്മുടെ ഈ മണിമേളം എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരിതാണ്. പക്ഷെ ഒരിക്കലും സ്ത്രീകളെ അവിടെ കയറ്റി കൊണ്ടുപോകാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ശബരിമല. ശബരിമല. ഒരു തമാശ എന്തായാലും പറഞ്ഞു ദൈവേ. ശബരിമലയിൽ പോകാൻ പറ്റും, ഒരു കാലഘട്ടം കഴിയുമ്പോൾ പോകാൻ പറ്റും. പക്ഷെ ഇപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത് ചാലക്കുടിയിലെ കലാഭവൻ മണിയുടെ കള്ളുഷാപ്പോ. സ്ത്രീകളെ കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ കള്ളുഷാപ്പിലേക്ക് പോവാം. അവിടെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ. അയ്യോ, അപ്പോൾ കള്ളുഷാപ്പിനെ കുറിച്ചൊരു പാട്ട് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പാടണം. കുടിച്ചു കഴിഞ്ഞിട്ട് പാടാന്നോ? ആയിക്കോട്ടെ. എന്നാൽ കുടിക്കാൻ തയ്യാറായിട്ട് വന്ന് നോക്കുള്ളൂ. പക്ഷേ നമ്മൾക്ക് അവരോട് കാര്യം പറയേണ്ട കാര്യമുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, കുടിക്കാൻ പാടില്ല. വരൂ സുഖോ, വരൂ. ഷാപ്പിൽ കിടന്ന് ഉറങ്ങരുത്. എന്നാ പിന്നെ നിന്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങാൻ ഒരു ഗ്ലാസ് മോനായിട്ടും പിന്നെ ഒന്നല്ല വയ്യട എന്നാലും ഓരോന്ന് വെച്ച് അടിച്ചു പോകും. ഈ വയ്യാത്ത മോനായിട്ട് എന്തിനാ പിന്നെയും വന്ന് ഇങ്ങനെ അടിക്കണ കള്ള്? അത് നിനക്ക് അറിയാൻ പാടില്ലായിട്ടാ. ഈ വറുത്ത പത്തിയോട്ട് പട്ടിക്കിട്ട് പറഞ്ഞാൽ പട്ടി പോവോ? പട്ടി പിന്നെയും മിണ്ടുമുണ്ടാന്ന് പറഞ്ഞു പട്ടിയെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പട്ടിയുടെ കാര്യം പട്ടിയൊക്കെയല്ലേ അറിയൂ. ചേട്ടോ എന്നാലും ചേട്ടൻ കൊള്ളാം. ചേട്ടൻ്റെ അളിയനും കൊള്ളാം. രണ്ടുപേരും അളിയൻ കുടി നിർത്താനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്തായി? ഒന്നും പറയണ്ട. കുടിയുടെ കാര്യത്തിൽ കരുനാഗപ്പള്ളി 1ാം സ്ഥാനത്ത് നിന്ന സമയത്താണ് അതിനെ ചാലക്കുടിക്ക് ഡിവൈനിലേക്ക് കുടി നിർത്താൻ കിട്ടും. എന്നിട്ട് എന്തായി? ചാലക്കുടി ഇപ്പോൾ 1ാം സ്ഥാനത്തായി. ക്ലാസ്സില്ലേ എന്തൊരു വെള്ളം ആ കലാമണിയും കുറെ പെണ്ണുങ്ങളും കൊണ്ട് വരുന്നുണ്ട്. ഷാപ്പ് നിർത്തിക്കാനാണ് ഇവിടെ വിഷയം ഉണ്ടാക്കണം. നമുക്ക് കലിപ്പിക്കാൻ നീ ആളെ കൂട്ടി അല്ല പിന്നെ കാര്യം ഞാനിത് നമുക്ക് എതിർക്കണമെന്ന് പറഞ്ഞെങ്കിലും എതിർക്കണമെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും ഈ കലാപമണി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയി ഇടി ഉണ്ടാക്കുന്ന ആളാ. ഇനി കേരളത്തിൽ ഷാപ്പുകാരൻ മാത്രമേ അല്ലാതുള്ളൂ. അതുകൊണ്ട് വിട്ടേ പോ കൂട്ടായി. മക്കൾ വന്നു, ചേട്ടന് തന്നു, ഇനി ഞാൻ പോയി. ഓക്കെ. ആ പാലക്കാട്ടുകാരിയേ ഇരുന്നോളൂ. എടാ ഉണ്ണീഷ്ണ, അതൊക്കെ വൃത്തിയാക്കടാ. കുറച്ചേ കിട്ടിയുള്ളൂ. എന്താണെന്നറിയോ? പാലക്കാട്ടുകാരിക്കാണ് ആദ്യം പറ്റായതേ. അവിടെ നല്ല പനങ്ങൾ കിട്ടും. പനങ്ങൾ കിട്ടില്ലേ? പക്ഷേ ഒരു കാര്യം പറയാണ്ടേ, പാലക്കാട്ടുകാരി പറ്റായി, അവിടെ നമ്മുടെ തമാശക്കാരി പറ്റായി, അതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ സ്വന്തം സൗകര്യം പറ്റായി. പക്ഷേ കള്ളുഷാപ്പിനെ കുറിച്ച് ഒരു പാട്ട് പാടാൻ പറ്റുമോ? നിങ്ങൾ അവിടെ നിന്നോടാ, ഇവര് പാടും, കേട്ടു നോക്ക്. റെഡി? ഞാൻ താളം പിടിച്ചുതരാം. റെഡി, സ്റ്റാർട്ട്. അമ്പലക്കര തേച്ചി കവിൽ പൂരം അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. അമ്പലക്കര തേച്ചി കവിൽ പൂരം അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. പാണ്ടിനയന്റെ മേളം പടയിളക്കത്തിനോളം, പാണ്ടിനയണ്ടി മേളം പടയിളക്കത്തിനോളം. പൂരം കാണാൻ നീ പൊരടി പെണ്ണേ,
അമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ പൂരം. കേട്ടോ ഇവര് പാടി പാട്ട് കേട്ടറാ നാണക്കേടാവില്ലടാ നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഇതേമാതിരി കള്ള് ഷാപ്പിലൊരു പാട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റുമോ? ഒന്നല്ല 10 പാടും. അവൻ 10 ബെഗടിക്കും. താളം വേണം, അടിച്ചോളൂ. പാടറാ. ആര് പാടും? ഇത് ഈ പാമ്പോ ഉള്ള കള്ളു മുഴുവൻ എടുത്ത് കഴിച്ചിട്ട് നീയാ പാടാൻ പോണേ? ഇത് പാമ്പാണോ? തീർച്ചയായിട്ടും പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് പാമ്പാണ് പാമ്പ്. എന്നാ പാടറ പാമ്പ്. ഞാനും താളം പിടിക്കാടാ. റെഡി? അന്തിക്കടപ്പുറത്ത് അങ്ങേ കടലിൽ പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണ്. കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? അവര് മുഴുവൻ പാടിയിട്ടേ കാര്യമുള്ളൂ. ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തല്ലോ. സപ്പോർട്ടോ? അന്തിക്കടപ്പുറത്തൊരോല കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? അങ്ങേ കടലിൽ പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണ്. അന്തിക്കടപ്പുറത്തോല കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? എന്റെ കൈ പോയില്ലോടാ. അയ്യോ എന്റെ പൊന്നു മക്കളെ. അപ്പൊ എന്തായാലും അവര് തകർത്തു കേട്ടോ. പക്ഷെ ഒരു പാട്ട് ഇതേപോലെ തന്നെ കള്ളി ഷാപ്പിനെ കുറിച്ച് ഒരു പാട്ട് പാടണം. നമ്മുടെ രാധ ഒരു പാട്ട് പാടാൻ പോവാ. ഇത് എന്തിന്റെ രാധയാ? കണ്ണന്റെ രാധ. നീ കുടിച്ചെണ്ട് വയറ്റി കിടക്കട്ടെ. കുടിച്ചു കഴിഞ്ഞാൽ കിടക്കാനുള്ള സ്ഥലമാണോ വയറ്? ആണോ? മനുഷ്യട്ടും പറ. എന്താ പറയണ്ടേ രാധ? ഒരു മലച്ചെരുവിലെ പടിപ്പുര വീട്ടിൽ 18 പട്ടത്തേങ്ങു വെച്ചു. ഒരു മലച്ചെരുവിലെ പടിപ്പുര വീട്ടിൽ 18 പട്ടത്തേങ്ങു വെച്ചു. ചെരുവിലെ പടിപ്പുര വീട്ടിൽ 18 പട്ടത്തേങ്ങു വെച്ചു. ഓക്കെ. നീ അറിഞ്ഞായിരുന്നാ? ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ? മേമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ? മേലമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. കണ്ണി തേക്കരുത്, കണ്ണി തേക്കരുത്, കണ്ണി തേക്കരുത്, പേരില് കടിക്കരുത്. നീ അറിഞ്ഞോ മേലമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്.
ശരി. അപ്പൊ ഇവിടെ വന്നിരിക്കുവല്ലേ? എന്താ ഇവിടെ? ചുമ്മാ എന്താ ചുമ്മാ? വെറുതെ ഷാപ്പിലാണോ വെറുതെ വന്നത്? ഒരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനൊന്ന് കറങ്ങിട്ട് വരുമ്പോ ഏരിയ കണ്ടുപോരുത്. എന്ത് മനസ്സിലായി? കണ്ടുപോരെന്ന് കേട്ടല്ലോ? അറിയാലോ? ആഹാ. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ആരിത്? മനസ്സിലായില്ലേ? എന്റെ മോനെ പണ്ട് ഒക്കത്തിരുത്ത് വളർത്തിയാന്നേ. ഇപ്പൊ ചെറുക്കൻ എന്നെ ഒക്കുന്നിടത്തൊക്കെ ഇരുത്താൻ നോക്കും. ഒരു 4 മണിക്കൂർ അടി അടിച്ചോണ്ടല്ലേ? അപ്പൊ നേരത്തെ അടിക്കായിരുന്നില്ലേ? സംഭവിച്ചോ എന്ന് ഞാനൊരു ചെറുതടിച്ചിട്ട് പോയിക്കോട്ടെ. എന്തോ? ഞാനൊരു ചെറുതൊരു ഗ്ലാസ് ചെറുതടിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിന് ഉദാഹരണം പറയുന്നത് നമ്മുടെ സ്വന്തം കുടുംബത്തെ കാക്കുന്നത് നമ്മുടെ കുടുംബിനികളാണ്. ഇരിക്കുന്ന കൊച്ചു മക്കളാണ്, നാളെ കല്യാണം കഴിച്ച് വരുന്ന മക്കളാണ്. അവര് പറയും അഭിപ്രായം. ആയിക്കോട്ടെ. കള്ളു കുടിച്ചാൽ എന്താവും? ഒരിക്കലും നമ്മളിന്ന് കള്ള് ഷാപ്പ് സെറ്റിട്ട് നമ്മൾ ഈ പ്രോഗ്രാം നടത്തി ഒരിക്കലും ഇതൊരു പ്രചോദനമായിട്ടല്ല നമ്മൾ നൽകുന്നത്. തീർച്ചയായിട്ടും മദ്യപാനം ആരോഗ്യത്തിന് ഒരിക്കലും മദ്യപാനം പാടില്ല, കഴിക്കാനേ പാടില്ല. അതെ, ഞാനും അത്ര നല്ല പുള്ളിയല്ല, അതും കൂടി നമ്മൾ തുറന്നു പറയണം. പക്ഷെ എന്നാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ഒരു നമ്മുടെ കൊച്ചു മക്കളെ കള്ള് ഷാപ്പിൽ കൊണ്ടിരുത്തിയിട്ട് കാണിച്ചത് ഒരിക്കലും നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്. അത് അവരെ കൊണ്ട് അഭിനയിപ്പിച്ചു. അവർ നല്ല നടന്മാരായിട്ടാണ് എല്ലാവരും അഭിനയിച്ചത്. നല്ലൊരു കയ്യടി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കൊടുത്തു. വളരെ സന്തോഷമായി. എന്തായാലും ഇന്നത്തെ എപ്പിസോഡോടെ സമാപിക്കുന്നു. അടിപൊളി. എല്ലാം എന്റെ കയ്യിൽ കൊടുത്തോ. അപ്പൊ എല്ലാരും കൂടി ഒന്ന് കൈയടിച്ചാൽ